നമ്മുടെ ടോപ്പിക്കാണ് എൻസൈംസ്. എന്തുകൊണ്ടാണ് എൻസൈംസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ആയിരക്കണക്കിന് കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ പ്രോസസ്സിനെ ഫാസ്റ്റൻ ചെയ്യാനാണ് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ചിട്ട് ഡൈജഷൻ സംഭവിക്കുന്നു. ഈ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാക്ടേസസ് എന്ന് പറയുന്ന എൻസൈം മിൽക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ലാക്ടോസ് ഷുഗറിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു എൻസൈംസ് നമ്മുടെ ബോഡിയിൽ ആബ്സെന്റ് ആണെങ്കിൽ ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ടും ഗാലക്ടോസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാക്ടോസ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഡയേറിയ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കും. എൻസൈംസ് ആർ ഹൈലി സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ. നമുക്കറിയാം എല്ലാ എൻസൈംസും പ്രോട്ടീനാണ്, പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. റൈബോസൈം എന്ന് പറയുന്നത് ഒരു RNA കണ്ടെയ്നിങ് മോളിക്യൂൾ ആണ്. ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. അപ്പോൾ എൻസൈംസ് നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ, നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസത്തിനെ, നമ്മുടെ ബോഡിയിലുള്ള ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ, വേരിയസ് അതർ പ്രോസസ്സിനെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹാവ് ഹൈ കറ്റാലിറ്റിക് പവർ. എൻസൈംസിന് നല്ല കറ്റാലിറ്റിക് പവർ ഉണ്ട്. എൻസൈംസ് എല്ലാ കെമിക്കൽ റിയാക്ഷനെയും ഫാസ്റ്റൻ ചെയ്യാൻ, ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോട്ടീൻസിന്റെ 4 ലെവൽ ഓഫ് സ്ട്രക്ചർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻസിന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ എൻസൈം പ്രോട്ടീനിന്റെ പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ, ഏതെങ്കിലും സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോട്ടീനിന് അല്ലെങ്കിൽ ആ ഒരു എൻസൈം പ്രോട്ടീനിന് അതിന്റെ കറ്റാലിറ്റിക് പവറിൽ വേരിയേഷൻ ഉണ്ടാവും. ഹൈ ഡിഗ്രി ഓഫ് സ്പെസിഫിസിറ്റി ഫോർ സബ്സ്ട്രേറ്റ്. എൻസൈംസിന് സബ്സ്ട്രേറ്റിനോട് വളരെയധികം സ്പെസിഫിസിറ്റി ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്ടേസ് എൻസൈം തന്നെ എടുക്കാം. ലാക്ടേസ് എൻസൈമിനെ ലാക്ടോസ് എന്ന ഷുഗറിനെ മാത്രമേ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എൻസൈമിന് ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എൻസൈംസ് ആർ ഷോയിങ് high degree of specificity for substrate. They accelerate chemical reaction by lowering the free energy barrier that separate the reactant and product. അത് എൻസൈംസ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫ്രീ എനർജിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Energy is the energy must be available to the reactant to occur a chemical reaction. നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ആ റിയാക്ടന്റിന് ഒരു മിനിമം എനർജി ആവശ്യമാണ്. ഈ എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ആക്ടിവേഷൻ എനർജി ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരു റിയാക്ടന്റിന് ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. ഈ എനർജിയെ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നു. Enzymes lower the activation energy. Enzymes ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എൻസൈംസ് അതിന്റെ ആക്ടിവേഷൻ എനർജിയെ, റിയാക്ടന്റിന്റെ ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The binding energy released during the interaction between the enzyme and the substrate lower the activation energy. ഒരു എൻസൈംസ് ഒരു പ്രോട്ടീൻ ആണെന്ന് നമ്മൾ പഠിച്ചു. എൻസൈംസിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാൻ ഒരു സ്പെസിഫിക് സൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിയാക്ടന്റിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. എൻസൈമിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈമിൽ ഒരു ബോണ്ട് ക്രിയേഷൻ, ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ, ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ എനർജി ഈസ് റിലീസ്ഡ്. സ്ട്രോങ്ങർ ദ ബോണ്ട് ഫോംഡ് മോർ എനർജി റിലീസ്ഡ്. അതായത് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഈ എനർജിയാണ് ആക്ടിവേഷൻ എനർജിനെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ്ങർ ആണെങ്കിൽ അത് റിലീസ് ചെയ്യുന്ന എനർജിയും മോർ ആയിരിക്കും.
only the specific substrate can form maximum interaction with enzyme and maximize the binding energy. എത്രമാത്രം enzyme specific ആണോ അത്രമാത്രം interaction enzymeും substrateും തമ്മിലുള്ള interaction കൂടുതലായിരിക്കും, അത്രമാത്രം binding എനർജിയും കൂടുതലായിരിക്കും. Active site and substrate. Active site is a confined pocket within the enzyme where an enzyme catalyzed reaction takes place. നമ്മൾ പഠിച്ചു എൻസൈംസ് പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാനുള്ള ഒരു പോക്കറ്റ് ഉണ്ടായിരിക്കും. ഈ എൻസൈം പ്രോട്ടീനിൽ ഉണ്ടായിരിക്കുന്ന സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പോക്കറ്റിനെ അല്ലെങ്കിൽ ക്രിവൈസസിനെയാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. പ്രോട്ടീനിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ ഒരു സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു പോക്കറ്റ് ഉണ്ടായിരിക്കും. ഈ പോക്കറ്റിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സബ്സ്ട്രേറ്റ്? Substrate is a molecule bound in the active site and acted upon the enzyme. Enzymes ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻസൈംസിന്റെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന മോളിക്യൂളിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷനിൽ എൻസൈമും സബ്സ്ട്രേറ്റും റിയാക്ട് ചെയ്യുമ്പോൾ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ആ സമയത്ത് സബ്സ്ട്രേറ്റിന്റെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞ് മോർ സബ്സ്ട്രേറ്റിന് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. പിന്നീട് അത് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രീ എൻസൈംസും പ്രൊഡക്റ്റും ആയിട്ട് മാറും. ഇതാണ് ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. Saline features of active site. Active site is formed due to the tertiary structure of protein. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി ലെവലിലുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ടെർഷ്യറി സ്ട്രക്ചറിൽ ആണ് ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. മേഡപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. നമുക്കറിയാം പ്രോട്ടീൻസ്, എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ആർ മേഡപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. സോ ഫ്ലെക്സിബിൾ ടു പ്രൊമോട്ട് സ്പെസിഫിക് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. ആക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആണ്. It can promote specific binding of substrate. Active site ine substrate specific ആയിട്ട് substrate bind ചെയ്യാൻ വേണ്ടിയിട്ടുള്ള flexibility ഉണ്ട്. Possess substrate binding site and catalytic site. ആക്റ്റീവ് സൈറ്റിന് ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിനാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഒരു കറ്റാലിറ്റിക് സൈറ്റ് ഉണ്ട്. കറ്റാലിറ്റിക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു സൈറ്റിനെയാണ് കറ്റാലിറ്റിക് സൈറ്റ് എന്ന് പറയുന്നത്. സബ്സ്ട്രേറ്റ് ബൈൻഡ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് വിത്ത് നോൺ കോവാലന്റ് ബോണ്ട്. എൻസൈമും സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിലാണ്. അതൊരു നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആണ്. എൻസൈം, അർജിനൈൻ, ഹിസ്റ്റഡീൻ, ലൈസിൻ ഇതൊക്കെയാണ് ആക്റ്റീവ് സൈറ്റിൽ കാണുന്ന അമിനോ ആസിഡ്സ്. Substrate bind at the active site form enzyme substrate complex and the product released after catalysis. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എൻസൈമും സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. പിന്നീട് അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. പിന്നീട് ഫ്രീ എൻസൈംസും പ്രോഡക്റ്റും ആയിട്ട് മാറും. Cofactors and coenzymes. Additional chemical component required for the enzyme activity. Cofactors are additional chemical component required for the enzyme activity. നമ്മൾ ചില എൻസൈംസ് അതിന്റെ നേറ്റീവ് ഫോമിൽ തന്നെ ആക്റ്റീവ് ആണ്. ബട്ട് ചില എൻസൈംസിന് ഒരു അഡീഷണൽ കെമിക്കൽ കമ്പോണന്റ് ആവശ്യമാണ് അതിന്റെ എൻസൈം ആക്ടിവിറ്റിക്ക്. അല്ലെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കെമിക്കൽ കമ്പോണൻസ് ഇവ മേ ബി മെറ്റൽ അയോൺസ് ആയിട്ടുള്ള കെമിക്കൽ കമ്പോണൻസ് എൻസൈമിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള കെമിക്കൽ മെറ്റൽ അയോൺസിനെയാണ് നമ്മൾ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ Cu2+, Fe2+, Zn2+. ഓർഗാനിക് മോളിക്യൂൾ, അല്ലെങ്കിൽ അതൊരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കും. അങ്ങനെ ഓർഗാനിക് മോളിക്യൂൾ എൻസൈം ആക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോ എൻസൈംസ് എന്ന് വിളിക്കും. Some enzymes require coenzyme and one or more metal ions for activity. ചില എൻസൈംസിന് കോഎൻസൈം കൂടാതെ മെറ്റൽ അയോൺസും അതിന്റെ ആക്ടിവിറ്റിക്ക് ആവശ്യമുണ്ട്. Coenzymes or metal ion tightly bound with protein called prosthetic group. Okay, അതായത് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള കോഎൻസൈംസ് അല്ലെങ്കിൽ മെറ്റൽ അയോൺസിനെയാണ് നമ്മൾ പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പോ എൻസൈംസ്
or apoprotein. Protein part of the enzymes ആണ് apoprotein or apoenzymes. Co-substrate. Okay. Some coenzyme bind with the enzyme transiently. അതായത് ചില കോഫാക്ടേഴ്സ് എൻസൈമുമായിട്ടൊരു ട്രാൻസിയന്റ് അറ്റാച്ച്മെന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അറ്റാച്ച് ചെയ്യും, പിന്നെ അത് ഡിറ്റാച്ച് ചെയ്ത് പോകും. അങ്ങനെയുള്ള കോ എൻസൈംസിനെയാണ് നമ്മൾ കോ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ NADP+. Prosthetic group. Cofactors or enzyme bind permanently to form a covalent bond with protein. ചില കോഫാക്ടേഴ്സ് എൻസൈമുമായിട്ട് പെർമനന്റ് ആയിട്ട് ബൈൻഡ് ചെയ്തേക്കും. പെർമനന്റ് കോവാലന്റ് ബൈൻഡിങ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള കോഫാക്ടേഴ്സിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സൈറ്റോക്രോം ഹീം ഇസ് ദ സൈറ്റോക്രോം എൻസൈംസിൽ ഹീം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഹീം ടൈറ്റ്ലി ബൗണ്ട് വിത്ത് പ്രോട്ടീൻ ആണ്. CU2+ എന്ന് പറയുന്നത് സൈറ്റോക്രോം ഓക്സിഡേസിന്റെ മെയിൻ ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്ന Fe2+, Fe3+, സൈറ്റോക്രോം ഓക്സിഡേസ്, കാറ്റലേസ്, പെറോക്സിഡേസ് ഇവയൊക്കെ ആക്ടിവേറ്റ്, ഈ എൻസൈംസുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ Fe2+ അല്ലെങ്കിൽ Fe3+ അയോൺസുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കണം. K+ പ്രോട്ടീൻ കൈനേസ്, Mg2+, ഹെക്സോകൈനേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്.